131ാമത് മാരാമൺ കൺവെൻഷൻ മണൽപ്പുറത്തെ അതിശ്രേഷ്ഠമായ ഒരു പ്രോഗ്രാമാണ് സുവിശേഷ പ്രസംഗ സംഘം ഒരുക്കിയിരിക്കുന്നതായ എക്സിബിഷൻ സ്റ്റാള്. മാർത്തോമ സഭയുടെ നവീകരണം, മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ജനനം, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഗ്രാമീണ മേഖലയിലുള്ള വളർച്ച, ഇവയൊക്കെ വിശദമാക്കുന്ന ഒരു എക്സിബിഷൻ സ്റ്റാളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മാർത്തോമ സഭയുടെ വളർച്ചയും സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ വളർച്ചയും മാരാമൺ കൺവെൻഷൻ്റെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമൊക്കെ ഈ സ്റ്റാളിലൂടെ നമുക്ക് കാണുവാനായി കഴിയും. അതിൽ പ്രിൻ്റ്, വിഷ്വൽ മീഡിയയിലൂടെയുള്ള പ്രദർശനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ എക്സിബിഷൻ സ്റ്റാളിനെ പറ്റി അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത തിരുമേനി അനുഭവങ്ങൾ മാർത്തോമ വിഷനുമായിട്ടും DSMC മീഡിയയുമായിട്ട് പങ്കുവയ്ക്കുന്നു. 1888 സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ് മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം സ്ഥാപിതമായത്. ഒരു അനിശ്ചിതമായ കാലത്തിലായിരുന്നു അത് തുടങ്ങിയത്. സഭയിലെ ഭിന്നത, പ്രയാസങ്ങൾ, കോർട്ട് വിധി, ഇതെല്ലാം മധ്യത്തിൽ സഭയ്ക്ക് നിലനിൽക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് സംഘത്തെ കണ്ടത്. കുറഞ്ഞു കഴിഞ്ഞപ്പോൾ സഭ പറഞ്ഞു, വടക്കേ ഇന്ത്യയിലേക്കും പോകണം. യേശുവിനെ കേൾക്കാത്ത, അറിയാത്ത ആളുകൾ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്ന ആവയന്ത്രം എന്നാണ് സംഘത്തെക്കുറിച്ച് അന്നത്തെ പിതാക്കന്മാർ ചിന്തിച്ചതും ആലോചിച്ചതും പറഞ്ഞതും. ഇന്ന് ഇന്ത്യ മുഴുവൻ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന് പ്രവർത്തന മേഖലകളുണ്ട്. കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന അനേക ആളുകൾ, നമ്മുടെ മിഷൻ സെൻ്ററുകൾ. സിഹോറാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ദേശീയമായ പ്രസ്ഥാനം ആരംഭിച്ച ആശ്രമം. അങ്ങനെ സത്തന തുടങ്ങി മറ്റ് പല സ്ഥലങ്ങളിലും ടിബറ്റൻ ബോർഡർ വരെ പ്രകാരം ആശ്രമങ്ങളുണ്ടാകുവാൻ സംഘത്തിന് കഴിയും. ചരിത്രപരമായ ഒരു അവലോകനം ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാൻ കഴിയും. ഒത്തിരി വ്യക്തിത്വങ്ങൾ അവരുടെ സമയവും സന്ദർഭവും താലന്തുകളും പണവും എല്ലാം ഉപയോഗിച്ച് വിവിധങ്ങളായ ഇടങ്ങളിൽ യേശു രക്ഷകനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വലിയ അത്ഭുതകരമായ ചരിത്രമാണ് ഒന്നുള്ളത്. ഇന്ന് അവിടെ ഇവിടങ്ങളായിട്ടുള്ള സഭകളും കോൺഗ്രിഗേഷനും എല്ലാം പച്ചപിടിച്ചതും വളർന്നതും ഉയർന്നതും അനേക മിഷണറിമാരുടെ, അനേക ദൈവദാസന്മാരുടെ, അനേക ഉപദേശിമാരുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അവരിൽ തന്നെ അനേകരെ കർത്താവിൻ്റെ മാർഗത്തിലേക്ക് വന്ന് സുവിശേഷകരും വൈദികരുമായി തീർന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ദൈവം ഈ സംഘടനയെ പരിപാലിച്ചെന്ന് മനസ്സിലാക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും അവരെ സഹായിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ ഈ സ്റ്റോള് നിങ്ങളെ സഹായിക്കും. പൂർവ്വരായ നമ്മുടെ പിതാക്കന്മാരെല്ലാം 1-ാം മാർത്തോമ മുതലുള്ള തിരുമേനിമാരുടെ എല്ലാം പടങ്ങൾ, അവർ കൊടുക്കുന്ന നേതൃത്വം, അവരിലൂടെ ലഭ്യമായ സഹായം എല്ലാ സഭയെ ഓർക്കുന്നതിനും അവരെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതിനും ഈ സ്റ്റോള് സഹായിക്കും. വരിക, നിങ്ങൾ വന്ന് കണ്ട് കേട്ട് മനസ്സിലാക്കി സഭയെ സമ്പന്നമാക്കുക. ദൈവത്തിൻ്റെ കാര്യം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മാരാമൺ മണൽപ്പുറത്തെ ഏറ്റവും മധ്യഭാഗത്തായിട്ടാണ് ഈ എക്സിബിഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. സെൻ്ററിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടേറെ കാഴ്ചകൾ, സഭയുമായി ബന്ധപ്പെട്ട, സമൂഹവുമായി ബന്ധപ്പെട്ട, സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാഴ്ചകൾ ചിത്രങ്ങളിലൂടെയും വിഷ്വൽ മീഡിയയിലൂടെയും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ സ്റ്റാൾ സന്ദർശിക്കുവാൻ ആരും മറക്കരുത്. എല്ലാവരും ഈ സ്റ്റാൾ സന്ദർശിച്ച് നല്ല അനുഭവങ്ങൾ ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തിരുമേനിയോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു.